ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇവിടെ വായിച്ചത് യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യമാണ്. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. യാക്കോബ് അപ്പോസ്തോലൻ ഇവിടെ പറയുകയാണ്, വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട്, വചനം കേട്ടിട്ട് അത് പ്രവർത്തിക്കാതെ അത് നാം മറന്നുപോയാൽ അത് നമുക്ക് ശിക്ഷാവിധിക്ക് കാരണമായി തീരും. അതുകൊണ്ട് നാം എന്തു കേൾക്കുന്നോ, വചനം കേൾക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ നാം കരുതിയിട്ട് അതിനെ നാം പ്രവർത്തിക്കുന്നവരായും തീരണമെന്ന് യാക്കോബ് അപ്പോസ്തോലൻ ഇവിടെ നമ്മോട് വിളിച്ചു പറയാണ്. 21-ാം വാക്യത്തിൽ പറയുന്നു, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളണം. സൗമ്യതയോടെ നാം വചനം കൈക്കൊണ്ടിട്ട് വചനം കേട്ട് നമ്മുടെ ഹൃദയത്തിൽ നാം അത് പകർത്തി നമ്മുടെ മാംസപ്പലകയിൽ അത് എഴുതപ്പെട്ടിട്ട് ആ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാവർത്തിക മേഖലകളിൽ നാം പ്രവൃത്തി പദത്തിൽ അത് കൊണ്ടുവന്ന് ദൈവം നമ്മോട് എന്തു പറഞ്ഞിരിക്കുന്നുവോ നാം അത് അനുസരിക്കുമ്പോഴാണ് നമുക്ക് ഹല്ലേലൂയ കർത്താവിനോടൊപ്പം ജീവിക്കുവാനായിട്ട് തീരുന്നത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഇവിടെ പറയാണ്, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. എന്നിട്ട് താഴോട്ട് അപ്പോസ്തലൻ അത് വിവരിച്ചു പറയാണ്, ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. ഒരു മനുഷ്യൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കണ്ടിട്ട് ഒരു നിമിഷം മാറിപ്പോകുമ്പോഴത്തേക്ക് അത് മറന്നു പോകുന്നത് പോലെ ദൈവവചനം നാം കേട്ടിട്ട് ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റേ ചെവിയിൽ കൂടെ നാം കളയാതെ നമ്മുടെ ഹൃദയത്തിൻ്റെ പലകയിൽ അത് എഴുതിയിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം അത് പ്രവർത്തിക്കുന്നവരായും ദൈവവചനത്തിൽ എന്തു പറയുന്നുവോ നാം അത് അനുസരിക്കുന്നവരായും തീരണമെന്ന് അപ്പോസ്തോലൻ നമ്മോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, റോമാലേഖനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നമ്മോട് പറയാണ്, ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ന്യായപ്രമാണം നാം ആചരിക്കുന്നവരായി തീരണം. ന്യായപ്രമാണം കേട്ടിട്ട് അതിനെ മറന്നു കളയുന്നവരല്ല, ന്യായപ്രമാണത്തെ ആചരിക്കുവാൻ നാം ഹല്ലേലൂയ ചെയ്താൽ, ആചരിച്ചാൽ അവരാണ് നീതിമാന്മാരായി തീരുന്നത്, നീതീകരിക്കപ്പെടുന്നത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ വചനം സത്യവചനമാണ്. ഈ വചനം ദൈവശ്വാസീയമാണ്, കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടതാണ്. ഈ വചനത്തിന് മാറ്റമില്ല. ഈ വചനത്തിൽ എന്തെഴുതിയിരിക്കുന്നുവോ അത് പ്രവർത്തിപ്പാൻ നാം സന്നദ്ധരായിത്തീരണം, അത് നാം ആചരിക്കുന്നവരായിത്തീരണം, അത് പ്രവർത്തിക്കുന്നവരായിത്തീരണം. ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നോ അതുപോലെ നാം അനുസരിക്കുവാൻ തയ്യാറായിത്തീരണം. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 6-ാം അധ്യായം അതിൻ്റെ 46 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്. യേശു കർത്താവ് അവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യനെന്ന് ഞാൻ കാണിച്ചു തരാം.
യേശു കർത്താവ് പറയാണ്, എന്നെ കർത്താവേ കർത്താവേ എന്ന് നിങ്ങൾ വിളിക്കുന്നുണ്ട്, എന്നാൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ അനുസരിക്കാത്തത് എന്ത് എന്ന് അവരോട് ചോദിക്കുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, യേശു കർത്താവ് ഇവിടെ പറയുന്നു, കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. വെള്ളപ്പൊക്കമുണ്ടായിട്ട് ഒഴുക്ക് വീട്ടിനോടടിച്ചു, എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കൊണ്ട് അത് ഇളകിപ്പോയില്ല. കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. ഒഴുക്കടിച്ച ഉടനെ അത് വീണു. ആ വീട്ടിൻ്റെ വീഴ്ച വലിയതായിരുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ വചനത്തിൽ നിന്ന് യേശു കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞ വചനങ്ങളെ അനുസരിച്ച് നിങ്ങൾ എന്നിൽ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് നിൽക്കുകയാണെങ്കിൽ, നീ വിശ്വസിച്ച വചനം ഏറ്റെടുക്കുകയാണെങ്കിൽ, നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ വേളകളിൽ, നിൻ്റെ ജീവിതത്തിൻ്റെ പേമാരിയുടെ അവസ്ഥകളുടെ മധ്യത്തിൽ, നീ അനുഭവിക്കുന്ന കഷ്ടതയുടെ മധ്യത്തിൽ, നിൻ്റെ മേൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ നീ വീണുപോകാതെ നിൽക്കണമെങ്കിൽ, നിൻ്റെ വിശ്വാസം ചോർന്നു പോകാതെ നിൽക്കണമെങ്കിൽ, നീ കർത്താവിൽ വിശ്വസിച്ച് ആ വചനത്തെ ഏറ്റെടുത്ത് ആ വചനം പ്രമാണിച്ചുകൊണ്ട് നിന്നെങ്കിൽ മാത്രമേ പ്രതിസന്ധിയുടെ മധ്യത്തിൽ തളരാതെ നിൽക്കുവാൻ സാധ്യമായി തീരുകയുള്ളൂ. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞത്, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. വിശ്വാസം പ്രവൃത്തിയിലൂടെയാണ് നാം ചെയ്ത് കാണിക്കേണ്ടത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്. 2-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? പ്രിയ ദൈവത്തിൻ്റെ ജനമേ, വചനം നാം കേട്ടിട്ട് നമ്മെ തന്നെ ചതിച്ച് കളയരുത്. നാം അതിനെ അനുസരിച്ചില്ലെങ്കിൽ നമുക്ക് നിത്യതയിൽ എത്തപ്പെടുവാൻ സാധ്യമായി തീരുകയില്ല. യേശു കർത്താവ് എന്തു പറഞ്ഞിരിക്കുന്നുവോ, യേശു കർത്താവ് എന്തു മാതൃക കാണിച്ചു തന്നിരിക്കുന്നുവോ അത് നാം ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയായി തീരുകയുള്ളൂ. ഇവിടെ പറയുകയാണ്, ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവീൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, വിശ്വാസം പ്രവൃത്തിയിലൂടെ പുറത്തു വരണം. നാം കർത്താവ് പറഞ്ഞത് അതുപോലെ അനുസരിക്കണം. നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി തീർക്കണം. നമുക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുന്നതല്ലാതെ നാം പ്രവൃത്തിയിലത് കാണിക്കുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം നിർജീവമാണെന്ന് ഇവിടെ വചനത്തിലൂടെ നമ്മോട് പറയുകയാണ്. അവിടെ ഒരു ഉദാഹരണവും കൂടെ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. 2-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിൽ വരുമ്പോഴത്തേക്ക് പറയുന്നു, നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് പേർ പ്രാപിച്ചു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഇവിടെ ഒരു ഉദാഹരണത്തിലൂടെ യാക്കോബ് അപ്പോസ്തലൻ പ്രവൃത്തിയാലുള്ള വിശ്വാസം പ്രവൃത്തിയിൽ കൊണ്ടുവന്നിട്ട് നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് അവിടെ ഉദാഹരണ സഹിതം നമ്മോട് പറഞ്ഞിരിക്കുകയാണ്. യേശു കർത്താവ് എന്തു പറഞ്ഞു?
ആമേൻ, ഹാലേലുയ. തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ യേശു കർത്താവ് ഇത് തന്നെ പറയുന്നുണ്ട്. ആമേൻ, ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട മനുഷ്യനെക്കുറിച്ച്. ആമേൻ, മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. യേശു കർത്താവ് അവിടെ പറയുന്നുണ്ട്, എന്നോട് കർത്താവേ കർത്താവേ എന്നു പറയുന്നവനല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നാം ചെയ്യുന്നവരായിത്തീരണം. അവൻ പറയുന്നത് നാം അനുസരിക്കുന്നവരായിത്തീരണം. യേശു കർത്താവ് വചനത്തിലൂടെ നമ്മോട് എന്തു പറഞ്ഞിരിക്കുന്നുവോ അത് നാം അനുസരിക്കുന്നവരായിത്തീരണം. എങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ. എന്നിട്ട് യേശു കർത്താവ് അവിടെ പറയുന്നുണ്ട് ഈ വചനങ്ങളെ. ഹാലേലുയ. യേശു കർത്താവ് 24-ാം വാക്യത്തിൽ പറയുന്നു, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ബുദ്ധിയുള്ള മനുഷ്യൻ. കർത്താവ് പറയുന്നത് അനുസരിക്കുന്നവരാണ് ബുദ്ധിയുള്ളവർ. കർത്താവ് പറയുന്നത് അനുസരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം ഇത് മറന്നു പോകരുത്. യാക്കോബ് അപ്പോസ്തലനിലൂടെ നമ്മോട് പറയാണ്, നാം ഈ വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് നമ്മളെ തന്നെ നാം ചതിക്കരുത്. നാം അതിനെ ചെയ്യുന്നവരായിത്തീരണം. ചെയ്യുന്നവരാണ് ഭാഗ്യവാന്മാർ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, വചനമെന്ന് പറയുന്നത് സത്യമാണ്. ഈ വചനം ആമേൻ ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളിയെ പോലെയാണ്. അതിൻ്റെ കീടം മുഴുവൻ മാറ്റിക്കളഞ്ഞിട്ട് ശുദ്ധിയുള്ള വെള്ളി പോലെയാണ് യേശു കർത്താവിൻ്റെ വചനമെന്ന് പറയുന്നത്. ഈ വചനം ആരനുസരിക്കുവാൻ തയ്യാറാകുന്നുവോ അവന് നിത്യതയിൽ പ്രവേശനമുണ്ട്. അല്ലെങ്കിൽ നാം ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകും. നാം കേട്ടിട്ട് നമ്മുടെ ചെവിയിലൂടെ കടത്തി മറന്നുപോയാൽ നമുക്കൊരു പ്രയോജനവുമില്ല. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, വചനം സത്യമാണ്. ഈ വചനമാണ് ജഡമായി ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നിട്ട് യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് ഗിരിപ്രഭാഷണത്തിലൂടെ യേശു കർത്താവ് ഈ വചനത്തെക്കുറിച്ച് നാം എന്ത് ചെയ്യണം, ഏത് കൽപ്പന നാം അനുസരിക്കണം, കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചെങ്കിൽ മാത്രമേ നിത്യതയിൽ നമുക്ക് പ്രവേശനമുള്ളൂ. ഹല്ലേലൂയ. ആ വചനം കേൾക്കുക മാത്രം ചെയ്യുകയല്ല, അത് നാം പ്രവൃത്തിയിൽ കൊണ്ടുവരണം. നാം അത് അനുസരിക്കണം. നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി തീർക്കണം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, അതുകൊണ്ട് ഈ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം. കർത്താവിൽ യഥാർത്ഥമായി വിശ്വസിച്ച് അനുദിനം നമ്മുടെ ജീവിതത്തെ കർത്താവ് എന്തു പറഞ്ഞിരിക്കുന്നു അതുപോലെ നമുക്ക് ആക്കി തീർക്കാം. അതുപോലെ നമുക്ക് ജീവിക്കാം. വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ആ കേൾക്കുന്നത് നാം അനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമുക്ക് അനുസരിച്ചുകൊണ്ട് കർത്താവ് എന്തു പറയുന്നു അതുപോലെ നമുക്ക് ജീവിക്കാം. അങ്ങനെ നാം ജീവിക്കുമ്പോൾ ഹല്ലേലൂയ, യേശു കർത്താവ് ഇവിടെ പറയാണ്, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു. എന്നാൽ അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. വീഴാതെ ഇരിക്കണമെങ്കിൽ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് ഞാൻ ജീവിക്കുന്നവരായിത്തീരണം. നമ്മുടെ കാലുകൾ വഴുതിപ്പോകരുത്. ഉറച്ചു നിൽക്കുവാൻ ഇടയായിത്തീരണം. വിശ്വാസ ജീവിതത്തിൽ തകർന്നു പോകരുത്. നാം വചനം കേട്ട് നാം നമ്മെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിക്കണം. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ കൂടെ നമുക്ക് നടക്കുവാനായിട്ട് ഇടയായിത്തീരും. കർത്താവിൻ്റെ കൂടെ നമുക്ക് വസിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതിനായിട്ട് കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയനായ നല്ല പിതാവേ, കർത്താവെ, അങ്ങ് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. വചനം കേൾക്കുന്ന ഓരോ മക്കളെയും അതിനായി ഒരുക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം മഹത്വമെടുക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുപ്പച്ചൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.